ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പൂമുറ്റൻ ചാനൽ. പൂമുറ്റൻ ചാനൽ ചെടികളുടെയും പൂക്കളുടെയും വിശേഷം പറഞ്ഞു വരുന്ന ഒരു ചാനലാണ്. എനിക്ക് ചെടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ചെടികളോടുള്ള ഇഷ്ടം. നമ്മൾ തെറ്റുകൾ കുറേ മനസ്സിലാക്കി നഴ്സറിയിൽ നിന്നും അല്ലാതെയൊക്കെ പഠിച്ചു വന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പോട്ടി മിക്സ്, പ്രത്യേകിച്ചും പൂക്കളുള്ള ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പോട്ടി മിക്സ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റോസ്, ബോഗൺവില്ല പോലുള്ള ചെടികൾക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് പെർഫെക്റ്റ് പോട്ടി മിക്സ് എന്ന് എനിക്ക് മനസ്സിലായ ഒരു പോട്ടി മിക്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് ഞാൻ ചെയ്തു തുടങ്ങിയാൽ എൻ്റെ ചെടികളുടെ റൂട്ട് റോട്ട് പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറി. അതല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കുക, ചെടികളുടെ വേര് ചീഞ്ഞു പോവുക, അങ്ങനത്തെ കുറേ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെ പൂക്കളുള്ള പല ചെടികളും ചീഞ്ഞു പോവുകയും നാമാവശേഷമാവുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് 2-3 വട്ടം ചോദിച്ചു, 1-2 നഴ്സറിയിൽ. അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു പോട്ടി മിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം വീഡിയോ എത്രയും നേരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പൂമുറ്റൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് പിന്നെ അയ്യോ ഒന്നുകൂടി കാണണമായിരുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് പൂമുറ്റെന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. പൂമുറ്റം എന്ന് പറഞ്ഞ പേരിൽ നമ്മളൊറ്റ ചാനലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ എന്തായാലും നമ്മുടെ വീഡിയോ മുകളിലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് കാണാമല്ലേ. എനിക്ക് മണൽ കിട്ടാനില്ല കേട്ടോ. നിങ്ങൾ മണൽ കിട്ടുന്ന ഒരാളാണെങ്കിൽ പോട്ടി മിക്സിൽ മണൽ വളരെ ഫലപ്രദമാണ്. ഞാൻ എപ്പോഴും എടുക്കുന്നത് ചരൽ കൂടിയ ഒരു മണ്ണാണ്, അതാണ് എനിക്ക് കിട്ടാനുള്ളത്. അപ്പം ഞാൻ നമ്മുടെ മുറ്റത്തെ ചരൽ കൂടിയ മണ്ണെടുക്കും. പിന്നെ നമ്പർ 1 ആയിട്ടുള്ള കാര്യം ഊമി. പക്ഷേ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം, ഒരുപാട് വീഡിയോകളിൽ ഉമ്മി ഭാരം കുറയ്ക്കാൻ, ചട്ടിയുടെ ഭാരം കുറയ്ക്കാൻ ഇട്ടോളൂ പറയുന്നുണ്ട്. അതെനിക്ക് ഒട്ടും വർക്കായിട്ട് തോന്നിയിട്ടില്ല. അതെനിക്ക് ചെടി പെർഫെക്റ്റായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പം നമ്മൾ പോട്ടി മിക്സിലെ മണ്ണ് വേറിട്ട് നിൽക്കാൻ 1-2 പിടി ഉമ്മി വളരെ ഫലപ്രദമാണ്. കാരണം എന്താ വെച്ചാൽ മണ്ണ് തെറിച്ച് നിൽക്കുകയോ ഒരിക്കലും കട്ടയായി പോകുന്നേയില്ല. അതുകൊണ്ട് പോട്ടി മിക്സിൽ ഉമ്മി ഒരു ബെസ്റ്റ് ചോയ്സായിട്ട് ഞാൻ കണ്ടെത്തി. പിന്നെ നമ്മൾ ബോഗൺവില്ല, റോസ് പോലെയുള്ള ചെടികൾക്ക് ചകിരിച്ചോറ് ഇടും. പക്ഷേ അടീനിയത്തിന് ഞാൻ ചകിരിച്ചോറ് ഇടില്ല. കാരണം വെള്ളം പിടിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അടീനിയത്തിന് കോഡക്സ് തന്നെ വെള്ളം പിടിച്ച് വെക്കല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓർക്കിഡ്, ആന്തൂറി എല്ലാ ചെടികൾക്കും ഈ സെയിം പോട്ടി മിക്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ടും എടുക്കുന്നത് കുറച്ച് ഓർഗാനിക് വളം. അതിവിടെ ഞാൻ കമ്പോസ്റ്റും വാങ്ങാറുണ്ട്, ചാണകപ്പൊടിയും വാങ്ങാറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ കരിയില കമ്പോസ്റ്റ് മാക്സിമം ഒഴിവാക്കാറുണ്ട്. കാരണം നന്നായിട്ട് പൊടിഞ്ഞതല്ലാത്ത കരിയില കമ്പോസ്റ്റ് ആകുമ്പോൾ ഫംഗസിൻ്റെ പ്രശ്നം കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. ഇതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ് വരുന്നത്. വളരെ ബെസ്റ്റ് പോട്ടി മിക്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മി ഇടുന്നതുകൊണ്ട് പോട്ടി മിക്സ് പൊടിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു 1-1.5 കൊല്ലം കഴിഞ്ഞാലും പോട്ട് തട്ടുമ്പോഴത്തേക്ക് പൊടിയായിട്ട് തന്നെയാണ് തൊഴിയുന്നത് മണ്ണ്. അത് കട്ട പിടിക്കാതെ നമ്മുടെ ചെടിക്ക് ഡ്രൈനേജ് ക്ലിയർ ആക്കാൻ വളരെ ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ചാനലിലൂടെ ഉമ്മി കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റിന് 30 രൂപയാണ്. പിന്നെ 10 പാക്കറ്റൊക്കെ എടുത്താൽ ഒന്ന് ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കേണ്ടേ ഉമ്മി കിലോ കണക്കിനാണോ പാക്കറ്റ് എന്ന്. അങ്ങനെയല്ല, ഇത് വളരെ CC വെയിറ്റ്, നീളവും വീതിയും കൂടുന്നതനുസരിച്ച് നല്ല CC വരും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 7 പാക്കറ്റ് ഉമ്മിയാണ് മിനിമം CCയിൽ. അപ്പോൾ ആർക്കെങ്കിലും ഉമ്മി ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ഓർഗാനിക് വളം ഇടുമെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഇലകളുടെ വളർച്ചയ്ക്കും ഇലകളുടെ ആരോഗ്യത്തിനുമാണ്. പിന്നെ നമ്മളിടുന്ന എല്ലുപൊടി വേരുകളുടെ വളർച്ചയ്ക്ക് റൂട്ട് സ്ട്രോങ് ആവാനുമാണ്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പോട്ടി മിക്സിൽ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെടി നടുമ്പോൾ ചെടിയിൽ എന്തെങ്കിലും ഫംഗസോ കീടങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധമായിട്ട് ആണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഒരു ബെസ്റ്റ് പോട്ടി മിക്സ് തന്നെയാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ അഗ്ലോരിമയുടെ, കലാത്തിയുടെ ഒക്കെ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പോട്ടി മിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ ഓക്കെയാണ് തോന്നുകയാണെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു കാര്യം നിർബന്ധിക്കത്തില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ അടിയിൽ വന്ന്
പെർഫെക്റ്റ് ആണെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. കാരണം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയ ആളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒരു പ്രോത്സാഹനവും അടിപൊളിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പൂമുറ്റൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ, ആ കാര്യം മറക്കല്ല കേട്ടോ. പിന്നെ ചെടികൾക്ക് മെയിനായിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ഡ്രൈനേജ് ഹോള് ക്ലിയർ ആയിട്ടുള്ള പോട്ടിൽ തന്നെ നമ്മൾ ചെടി നടണം എന്നുള്ളതാണ്. ഏത് ചെടിയുടെ അടിസ്ഥാനം ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ പോട്ടി മിക്സാണ്. അല്ലാതെ നമ്മൾ പിന്നെ ഒരു കൊട്ടക്കണക്കിന് വളം ചെയ്തിട്ട് ഒരു കാര്യമില്ല. പോട്ടി മിക്സ് പെർഫെക്റ്റ് അല്ല, കട്ടിയായി പോകുന്ന പോട്ടി മിക്സ് ആണെങ്കിൽ റൂട്ട് റോട്ട് വരാൻ സാധ്യതയുണ്ട്, വെള്ളം ഇറങ്ങിപ്പോകാതെ വെള്ളക്കെട്ട് വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബെസ്റ്റ് പോട്ടി മിക്സ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടി എപ്പോഴും ഹെൽത്തി ആയിരിക്കും. പിന്നെ നമ്മൾ ചെടി ഇപ്പോൾ റോസൊക്കെ ആണെങ്കിലും ആദ്യം ഒന്ന് ഷെയ്ഡിലാണ് വെക്കേണ്ടത്, അത് കഴിഞ്ഞ് വെയിലത്തേക്ക് എടുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് വളർന്ന് വരുന്നത്. പക്ഷേ അഗ്ലോനിമ പോലുള്ള ചെടികൾ ഷെയ്ഡിലാണ് വെക്കേണ്ടത്, അതിന് ഒരുപാട് വെയിൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചെടികളിൽ നമ്മൾ ആദ്യം തന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു 1.5 മാസത്തേക്ക് പിന്നെ നമ്മൾ ഒരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എപ്സം സോൾട്ടോ മിറാക്കിൾ ഗ്രോ പോലുള്ള കാര്യങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇലച്ചെടികൾക്കൊക്കെ ആണെങ്കിൽ എല്ലുപൊടി പോലുള്ള കാര്യങ്ങളോ ചാണകപ്പൊടി എങ്ങനെ മാസത്തിലൊരു വട്ടം വെച്ച് ഇട്ടാൽ മതി. പൂക്കളുള്ള ചെടികൾക്ക് കൃത്യമായ ബ്ലൂമിങ് സ്പ്രേയും ബ്ലൂമിങ് ലിക്വിഡൊക്കെ NPK പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ കൂടുതൽ പൂക്കളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓർഗാനിക്കായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എല്ലുപൊടി മാത്രം ഓക്കെയാണ്. പിന്നെ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനായിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ എപ്പോഴും ചെടികളുടെ ഒരു സംരക്ഷണത്തിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുഴുക്കളുടെയും കീടങ്ങളുടെയും ആക്രമണമാണ്. അത് എപ്പോഴും എല്ലാ ചെടികൾക്കും ഉണ്ട്. അതിന് കൃത്യമായി പെസ്റ്റ് കൺട്രോളും ഫംഗിസൈഡും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ചെടി ആരോഗ്യത്തോടെ അടിപൊളിയായിട്ട് എപ്പോഴും നല്ല ഭംഗിയായിരിക്കുന്നത്. പിന്നെ നഴ്സറി പോലുള്ള സ്ഥലങ്ങളിലെ ചെടികളെ പോലെ ആവണമെങ്കിൽ അവരുപയോഗിക്കുന്ന പോലത്തുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് അങ്ങനെയുള്ള ചെടികളായി വരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ വാഴപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായി ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കുക. വെയിലത്ത് വെച്ച് ഉണക്കണേ, മുട്ടത്തോട് നന്നായി ഉണക്കി അതും കഴുകിയിട്ട് വേണേ ഉണക്കി പൊടിക്കാൻ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നല്ല ആരോഗ്യമുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ചാരം വളരെ എഫക്റ്റീവാണ്. ചാരത്തിൻ്റെ ഒരു നുള്ള് 1 ലിറ്റർ വെള്ളത്തിലിട്ടിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ തെളി ഒഴിക്കുക, കഞ്ഞിവെള്ളം നേർപ്പിച്ചൊഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായോ ഫ്രണ്ട്സ്? അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പൂമുറ്റൻ ചാനലിൻ്റെ ഭാഗമായേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുമോ? താങ്ക് യു. നാളെ വരാവേ. ബൈ ബൈ.